ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര നെല്ലിയാമ്പതിയിൽ നിന്ന് ലോഡ് എടുക്കാൻ വേണ്ടി പോവാം. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തി. നമ്മളെ കൂടാതെ വേറെ യാത്രക്കാരുണ്ടായിരുന്നു. നമുക്ക് പേപ്പേഴ്സൊന്നും കാണിക്കേണ്ട, കൊമേഴ്സ്യൽ വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തുറന്നു തന്നു. നമ്മളങ്ങനെ പോന്നു. അങ്ങനെ പോത്തുണ്ടി ഡാമിലെല്ലാം വന്ന് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം എല്ലാം അവിടെ നിന്നു. ഇനി നമുക്ക് പെട്ടെന്ന് മുകളിൽ എത്തേണ്ടതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഈ കാണുന്നതാണ് ചുരത്തിലെ പ്രധാന വ്യൂ പോയിൻ്റ്. ഇവിടെ ആളുകൾ വണ്ടി നിർത്തി കുറച്ച് കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് പോവാറ്. ഞങ്ങളും അതുപോലെ തന്നെ ഇവിടെ വണ്ടി സൈഡാക്കി. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിന്നു. സമയം പോയത് അറിഞ്ഞില്ല. നമ്മളെ ഫോണിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് പാർട്ടി വിളിക്കണ്ടോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തു. അങ്ങനെ പോരുന്ന വഴിക്ക് റോഡൊന്നും അത്ര നല്ല റോഡല്ല, എങ്കിലും ഞങ്ങളങ്ങനെ ഒരുവിധം കമ്പനിയിലെത്തി. ഇതാണ് കമ്പനി. ഇവിടുന്ന് ഇനി വണ്ടീൻ്റെ വെയിറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടി പോകും. അപ്പോൾ വെയിറ്റ് എടുക്കുകയാണ് നമ്മൾ. അങ്ങനെ നമുക്ക് ലോഡ് കയറ്റാനുള്ളത് കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഈ തേയിലത്തോട്ടത്തിന് നടുവിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എൻ്റെ അവസാനത്തിലെത്താനുണ്ട്. അവിടെ എത്തിയതിന് ശേഷമാണ് നമ്മളവിടെ ലോഡ് കയറ്റുക. അപ്പോൾ നമ്മൾ അറിയാത്ത വഴിയായതുകൊണ്ട് നമ്മൾ ചോദിച്ച് പോവുക. നമ്മൾ ടൂറ് വരുന്ന സമയത്തൊന്നും ഈ വഴിക്ക് വന്നിട്ടില്ല, വരേണ്ട ആവശ്യമല്ല. ഇവിടെ കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട് ഈ നമ്മൾ പോകുന്ന സ്ഥലത്ത്. അവർ മാത്രമാണ് ഇങ്ങോട്ട് വരിക. പിന്നെ നമ്മൾ സാധാരണ നെല്ലിയാമ്പതി വ്യൂ പോയിൻ്റ് കണ്ട് തിരിച്ചു പോവാറാണ് പതിവ്. അപ്പോൾ ഞങ്ങളങ്ങനെ വരുമ്പോഴാണ് താഴെ കുണ്ടിലൊരു ആന നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നോക്കുമ്പോൾ ഒന്നല്ല, ഒരുപാട് ആനകളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നോക്കിയിട്ട് നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. അങ്ങനെ ലോഡ് കയറ്റാൻ വണ്ടി നിർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ മാനേജറുടെ ബൈക്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ കാണിക്കുന്നതിനൊരു ചെറിയ പരിമിതി ഉണ്ട്. എന്തായാലും നമ്മൾ ഈ വില്ലേജിൽ അവസാനത്തെ വില്ലേജാണിത്. ഇവിടെ കുറച്ച് തോട്ടം തൊഴിലാളികളൊക്കെ താമസിക്കുന്നതുകൊണ്ട് ബസ് സർവീസ് നടത്തുന്നുണ്ട്. 2 ബസ്സേ ആകെ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സെൻറ്ററിൽ വന്ന് തിരിച്ചു പോകും. അങ്ങനെ ഞങ്ങൾ ഈ താഴത്തെ ഇറങ്ങി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് പാറക്കൂട്ടങ്ങളും നല്ല അരുവി ഒഴുകുന്ന പോലെയുള്ള വെള്ളങ്ങളൊക്കെ കാണുന്നുണ്ട്. താഴെ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എണീച്ച് പോകുക എന്ന് പറയുമ്പോൾ ഈ വഴുക്കലുള്ളത് കാരണം പെട്ടെന്ന് നമുക്ക് സാധ്യമല്ല. ഇപ്പോൾ നമ്മുടെ ക്യാമറാമാനെ കാണണ്ടേ, ഇതാണ് നമ്മുടെ ക്യാമറാമാനൊന്നും അല്ല കേട്ടോ, അത് നമ്മുടെ സുഹൃത്താണ്. അവനാണ് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ അവൻ വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സുഹൃത്ത് ഈ പാറക്കെട്ടിലൂടെയൊക്കെ ചാടി മറിഞ്ഞ് കുറച്ച് ക്ഷീണിതനാണ്. എന്നാലും ആളുടെ ക്ഷീണം മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോകും. അങ്ങനെ ആളുടെ ക്ഷീണമൊക്കെ മാറി, ആളൊന്ന് ഉഷാറായി. അപ്പോൾ ഞങ്ങൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ മുകളിലോട്ട് കയറിയപ്പോഴാണ് പാലത്തിൻ്റെ കൈവരികളൊക്കെ കാണുന്നത്. അപ്പോൾ ആൾക്കൊരു കൗതുകം, അന്ന് പോയി വലിക്കാണ്. അങ്ങനെ വലിച്ചു നോക്കി. അപ്പോൾ നമ്മൾ പോവാം. പാലത്തിലൂടെ നടക്കുമ്പോൾ നല്ല ആട്ടമുണ്ട്, കുറച്ച് പഴയതായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഞങ്ങളങ്ങനെ ഈ തൂക്കുപാലത്തിൻ്റെ പുറത്ത് വന്നു. ഇനി നമുക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ ഇവരെ കാണുന്നത്. ഇത് സിംഹവാലനാണോ കരിങ്കുരങ്ങാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അവരെയൊക്കെ കണ്ട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് കയറി വരുമ്പോഴാണ് നമ്മൾ നല്ല വൃത്തിയിൽ സൂക്ഷിച്ച ഒരു കോയിൽ കാണുന്നത്. അതിൻ്റെ ഗേറ്റെല്ലാം അടഞ്ഞിരിക്കുകയാണ്. എന്നാലും നമ്മൾ അതിൻ്റെ കുറച്ച് മേലെ കയറി അതിൻ്റെ വീഡിയോസ് എടുത്തു. നല്ല ഭംഗിയാണ്, നല്ല പൂവെല്ലാം നട്ടുപിടിപ്പിച്ച്. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് ആരുമില്ല, കടകളൊക്കെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാഹനത്തിൻ്റെ അടുത്ത് എത്തി. നമ്മുടെ വണ്ടി ലോഡായി. ലോഡൊക്കെ കെട്ടിമുറുക്കി സെറ്റാക്കി നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ആന ഇറങ്ങിയിട്ടുണ്ടാവോ ഇല്ലേന്നറിയില്ല. അപ്പോൾ പറഞ്ഞു തീർന്നതിന് മുമ്പ് നല്ലൊരൊറ്റ കൊമ്പൻ നടു റോട്ടിലൂടെ അങ്ങനെ നടന്നു പോവാണ്.
കാരണം ഇവിടെ സൈഡ് തരാൻ ആനക്കും ഗ്യാപ്പില്ല, നമുക്ക് നിർത്താനും ഗ്യാപ്പില്ല. അപ്പോൾ നമ്മൾ മെല്ലെ അതിന് പുറകെ ബുദ്ധിമുട്ടിക്കാണ്ട് പോവുക. അവനെ ശല്യപ്പെടുത്താണ്ട് പോയപ്പോൾ അവനൊരു സൈഡിലേക്ക് ഇങ്ങനെ ഒതുങ്ങി തന്നു. അപ്പോൾ നമ്മൾ ആ കിട്ടിയ ഗ്യാപ്പിന് മെല്ലെ ചേർന്ന് പോവാം. ഒന്ന് തിരിഞ്ഞാൽ പണി കിട്ടും. എന്താണെങ്കിലും നമ്മൾ മെല്ലെ അതിന് ചേർന്ന് പോവാം. അവൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടു. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.